അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് SSLC റിസൾട്ട് വരുന്നു. ഫുൾ A+ കിട്ടിയവർക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കാനുള്ള തിരക്കിലാണ് നമ്മളെല്ലാവരും. പ്രത്യേകിച്ച് എൻ്റെ കുട്ടിയും ഫുൾ A+ വാങ്ങണമെന്ന ആഗ്രഹത്തിൽ കാത്തിരിക്കുന്നവരാണ് നമ്മളെല്ലാം. A+ കിട്ടിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും നമ്മൾ അറിയിക്കണം. അതിനപ്പുറത്തേക്ക് ജീവിതത്തിൽ കേവലം ഒരു പരീക്ഷാ വിജയത്തിനപ്പുറത്ത് അനുഭവങ്ങളിലൂടെ പലതും നേടിയ എന്നാൽ A+കൾ കൂടുതൽ ലഭിക്കാത്ത കൂട്ടുകാരുമുണ്ടാവും നമ്മുടെ വീടുകളിൽ. അവരോട് നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? തൊട്ടടുത്ത A+കാരനെ നോക്കിയിട്ട് അവനെപ്പോലെ നീയുമായിട്ടില്ലല്ലോ എന്ന ആക്ഷേപങ്ങളാണോ? എങ്കിൽ നമ്മുടെ പാരൻറ്റിങ്ങിൽ പിഴച്ചിട്ടുണ്ട്. കാരണം ജീവിത വിജയം എന്നത് കേവലം ഒരു A+ൽ ഒതുങ്ങുന്നില്ല. ജീവിതത്തിലെ അനേകം വിജയപാതകൾ നേടിയ പലരും A+കാരല്ലായിരുന്നു. ലോകത്തിലെ പ്രശസ്തനായ ഒരു ബിസിനസ്സുകാരൻ പറഞ്ഞൊരു വാക്ക് ഓർമ്മയുണ്ട്. എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. അവനോട് ചോദിച്ചിട്ടാണ് ഞാൻ പലതും എഴുതിയിരുന്നത്, ഞാൻ പഠിച്ചിരുന്നത്. അവൻ നല്ല ബുദ്ധിമാനായിരുന്നു. അവൻ പഠിച്ചു ഉന്നതമായ ഒരു കമ്പനിയിൽ അവൻ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. അവൻ ജീവിതത്തിൽ വലിയ ശമ്പളം വാങ്ങിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ആ കമ്പനിയുടെ മുതലാളി ഞാനാണ്. ഒരു കഥ പറയാറുണ്ട്. ഒരു ക്ലാസ് റൂമിലെ ഏറ്റവും മുമ്പിലെ ബെഞ്ചിലിരിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം IASകാരും IPSകാരുമൊക്കെയായി മാറിയിട്ടുണ്ട്. തൊട്ടു ബെഞ്ചിലിരിക്കുന്ന ആവറേജ് പഠിതാക്കളൊക്കെ ആ IASകാരെയും IPSകാരെയും നിർമ്മിക്കുന്ന അധ്യാപകരും പ്രിൻസിപ്പൾമാരുമൊക്കെയായി മാറി. എന്നാൽ ഏറ്റവും ബെഞ്ചിലിരിക്കുന്ന എപ്പോഴും സിന്ദാബാദ് വിളിച്ചിരുന്ന ബാക്ക് ബെഞ്ചുകാർ സർക്കാരുകളും അതുപോലെ വലിയ വലിയ കമ്പനികളും രൂപപ്പെടുത്തി. സമൂഹത്തിലെ അല്ലെങ്കിൽ ക്ലാസ് റൂമിലെ ഒരു വിദ്യാർത്ഥി പോലും ആരെയും നമ്മൾ കുറച്ച് കാണാൻ പാടില്ല എന്നതുപോലെ വലിയ വിജയമൊന്നും നേടിയിട്ടില്ലാത്ത നമ്മുടെ മക്കളുടെ ഭാവി പല കാരണങ്ങളാൽ ഒരുപക്ഷെ അവരായിരിക്കും ഏറ്റവും ഉന്നതർ. അതുകൊണ്ട് കിട്ടാത്തതിൽ അവർക്ക് പ്രതീക്ഷ നൽകുക. ഇനിയുമുണ്ട് അവസരങ്ങൾ നേടാൻ വേണ്ടി അവരോട് പ്രയത്നിക്കാൻ പറയുക. അതിനപ്പുറത്തേക്ക് ജീവിത വിജയ വഴികൾ നമുക്ക് നേടിയെടുക്കാം എന്ന് അവർക്ക് പിൻബലം നൽകുക. അതാവട്ടെ നമ്മുടെ ഇന്നത്തെ പാരൻറ്റിങ്.